ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നുള്ളതാണ്. ഓൾറെഡി ഡിമാൻഡ് എന്താണെന്ന് നമ്മൾ നോക്കി. ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ ഡിസയർ ഫോർ എ കമ്മോഡിറ്റി ബാക്ക്ഡ് ബൈ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു പേ ഫോർ ഇറ്റ്. അല്ലേ, ഒരു കമ്മോഡിറ്റി നമുക്ക് വാങ്ങാനുള്ള നമ്മുടെ ആ ഒരു ഡിസയറിനെ അതിനോടൊപ്പം തന്നെ നമുക്ക് വില്ലിങ്നെസ്സും വേണം, എബിലിറ്റിയും വേണം. അല്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ നൗ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് പോർഷൻ, ദാറ്റ് ഇസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്? സോ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് it is anticipating the demand for a product during a specific future period. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ നമ്മളൊരു ഫ്യൂച്ചർ പീരീഡിലേക്കുള്ള ഡിമാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഒരു ഡിമാൻഡിനെ വി ആർ ആൻറ്റിസിപ്പേറ്റിങ്. ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഡിമാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുക? ഫോർകാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നതിന് 3 ലെവൽസ് ആണുള്ളത്: മൈക്രോ ലെവൽ, ഇൻഡസ്ട്രി ലെവൽ ആൻഡ് മാക്രോ ലെവൽ. അപ്പോൾ നമുക്ക് ഈ ഓരോ ലെവൽസും 1 by 1 ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ, മൈക്രോ ലെവൽ. മൈക്രോ ലെവൽ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഫേം, അതായത് ഒരു പെർട്ടിക്കുലർ ഫേം ഒറ്റയ്ക്ക് ആ ഫേമിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് മൈക്രോ ലെവലിൽ വരുന്നത്. ദെൻ ഇൻഡസ്ട്രി ലെവൽ. ഇൻഡസ്ട്രി ലെവൽ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ മൊത്തം ഉണ്ടാകുന്ന ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ആ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇൻഡിവിജ്വൽ ഫേംസ് കാണും. അപ്പോൾ ആ മൊത്തം ഇൻഡസ്ട്രിയുടെ, ആ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഫ്യൂച്ചറിൽ 2022 ഉണ്ടാകാവുന്ന ഡിമാൻഡിനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡസ്ട്രി ലെവൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് മാക്രോ ലെവൽ. മാക്രോ ലെവൽ എന്ന് പറയുന്നത് ഒരു നേഷൻ, ഒരു രാജ്യം മൊത്തത്തിൽ ആ പെർട്ടിക്കുലർ കൺട്രിയിൽ ഉണ്ടാകാവുന്ന പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിനെ നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? മാക്രോ ലെവൽ എന്ന് പറയുന്നത്. അതായത് എൻറ്റയർ ഔട്ട്പുട്ട്, ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഔട്ട്പുട്ടിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ് മാക്രോ ലെവൽ എന്ന് പറയുന്നത്. സോ ലെവൽസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് 3 ലെവൽസ് ആണുള്ളത്. മൈക്രോ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ലെവലുണ്ട്, മാക്രോ ലെവലുണ്ട്. മൈക്രോ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്, ഒരു ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ് സ്വയം അതിൻ്റെ പ്രൊഡക്റ്റ്, അതിൻ്റെ ഡിമാൻഡിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ്. ഇൻഡസ്ട്രി ലെവൽ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലെ ടോട്ടൽ ഡിമാൻഡ്. മാക്രോ ലെവൽ എന്ന് പറയുന്നത് നാഷണൽ ലെവലുമാണ്. ഇനി നമുക്കിതിന് ഇമ്പോർട്ടൻസ് നോക്കാം. എന്തുകൊണ്ട് നമ്മൾ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നു? അത് പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, റീസൺ, എന്തുകൊണ്ട് ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു? നമുക്കത് ഓരോ റീസൺസ് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ്. അതായത് നമ്മൾ ഈ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഫ്യൂച്ചറിൽ നമ്മൾ എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നു? ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2022 ഡിമാൻഡ് എനിക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യുകയാണ്. പല ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന് മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ ഇൻ ഡീറ്റെയിൽ നമ്മൾ നോക്കാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിൻ്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്. സോ ആ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിമാൻഡ് നേരത്തെ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 2022 നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന് ഉണ്ടാകാവുന്ന ഡിമാൻഡ്. അപ്പോൾ ആ ഡിമാൻഡ് എത്രത്തോളമാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നടത്താനായിട്ട് പറ്റും. അപ്പോൾ എക്സസ് പ്രൊഡക്ഷനും ഇല്ല, അല്ലെങ്കിൽ ഷോർട്ടേജ് ഓഫ് പ്രൊഡക്ഷനും ഇല്ല. അപ്പം കറക്റ്റ് ലെവലിലുള്ളൊരു പ്രൊഡക്ഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. സോ അതിന് നമ്മളെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെയിൽസ് ഫോർകാസ്റ്റ് ആണ്. അതായത് ഫ്യൂച്ചറിൽ എത്രത്തോളം സെയിൽസ് ഉണ്ടാവും, സെയിൽസ് ഇൻക്രീസ് ചെയ്യുമോ അല്ലെങ്കിൽ സെയിൽസ് ഡിക്രീസ് ആണോ വരാൻ വേണ്ടി പോകുന്നത്, അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലേ, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താൽ അതിനർത്ഥം എന്താ? സെയിൽസ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് കുറഞ്ഞാൽ സെയിൽസ് കുറയും. അപ്പം അതനുസരിച്ച് നമുക്ക് നേരത്തെ അത് ഐഡൻറ്റിഫൈ ചെയ്താൽ, സപ്പോസ് ഇപ്പോൾ ഫ്യൂച്ചറിൽ സെയിൽസ് കുറയാനുള്ള ചാൻസ് ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബിസിനസ് കൺട്രോൾ ആണ്. അതായത് ഓവറോൾ ബിസിനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അല്ലേ, നമ്മൾ തൊട്ട് മുൻപ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, സെയിൽസ് ഫോർകാസ്റ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. സോ ഈ 2 കാര്യം, പ്രൊഡക്ഷനും അതുപോലെ തന്നെ സെയിൽസും ഫോർകാസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നു? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. അതായത് നേരത്തെ തന്നെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലൂടെ ഉണ്ടാകാവുന്ന കോസ്റ്റും സെയിൽസ് ഫോർകാസ്റ്റിലൂടെ നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റും നമ്മൾ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെ കോസ്റ്റും പ്രോഫിറ്റും നമുക്ക് നേരത്തെ മനസ്സിലാക്കുന്നത് വഴി നമ്മുടെ ടോട്ടൽ ബിസിനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നു? ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട്
സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനാണ്. അതായത് നമുക്ക് ഡിമാൻഡ് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫർദർ ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റും. അതായത് ഇനി ഫർദർ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇതിനൊരു എക്സ്പാൻഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ മണി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓൺ ദ അതർ ഹാൻഡ് അത് പ്രോഫിറ്റബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലാകുകയാണ്, ഈ ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഇല്ല, ഇനി ഫ്യൂച്ചറിൽ ഡിമാൻഡ് ഇല്ലെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് പറ്റും. സോ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്. അതായത് പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. നമുക്ക് ഫ്യൂച്ചറിൽ മാർക്കറ്റിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിന് ഫ്യൂച്ചറിൽ ഉണ്ടാകാവുന്ന ഡിമാൻഡ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. സോ അങ്ങനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് വഴി ഇതിന് ഡിമാൻഡ് ഉണ്ടോ, ഫ്യൂച്ചറിൽ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് സെയിൽസ് കിട്ടുമോ, നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് മെഷേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതിന് നല്ല സെയിൽ ഉണ്ട് അല്ലെങ്കിൽ ഇതിന് ഡിമാൻഡ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഇത് ഇവിടെ വെച്ച് തന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇൻവെൻട്രി കൺട്രോൾ. ഇൻവെൻട്രി കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ സ്റ്റോക്ക് കൺട്രോൾ ആണ്. അതായത് നമുക്ക് എക്സസ് സ്റ്റോക്ക് ബിസിനസ്സിൽ ഇരുന്നാലും അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്റ്റോക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് രണ്ടും ഒരുപോലെ ബുദ്ധിമുട്ടാണ്, നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലമാണ്. സോ എക്സസ് സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് എന്താണ്, ക്യാഷ് അവിടെ വന്ന് ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ് അല്ലേ, നമ്മുടെ ക്യാഷ് ഫ്ലോ പ്രോപ്പറായിട്ട് പോകത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഇൻവെൻട്രി കൺട്രോൾ നമുക്ക് വേണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഡിമാൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകും എന്നറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ നമ്മൾ നടത്തിയാൽ മതി അല്ലേ. അപ്പോൾ ഒരു ഇപ്പം ഈ വർഷം എൻ്റെ ഇപ്പോൾ 2021 എൻ്റെ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അല്ലെങ്കിൽ ഞാൻ ഈ വർഷം സെല്ല് ചെയ്തത് 20,000 യൂണിറ്റ്സ് ആയിരുന്നു. 2022 ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന വഴി ഞാൻ മനസ്സിലാക്കുകയാണ് നെക്സ്റ്റ് ഇയറിൽ എൻ്റെ പ്രൊഡക്റ്റിന് ഒരു 25,000 യൂണിറ്റ്സ് സെയിൽ ഉണ്ടാകാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 25,000 സെയിൽ ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഞാനതിനൊരു 5,000 കൂടെ അഡീഷണൽ വെച്ച് ഒരു 30,000 യൂണിറ്റ്സ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുവഴി എനിക്ക് സെയിൽസ് കവർ ചെയ്യാനായിട്ടും ആവശ്യം വന്നാൽ എനിക്ക് സെയിൽസിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് സ്റ്റോക്കും എനിക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. അതായത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഓവറോൾ ഗ്രോത്ത്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഗ്രോത്തിലേക്ക് നയിക്കും അല്ലേ. നമ്മൾ ഈ തൊട്ട് മുൻപ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, കറക്റ്റായിട്ട് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്ത് സെയിൽസ് മനസ്സിലാക്കി കോസ്റ്റ് കൺട്രോൾ ചെയ്ത് ടോട്ടൽ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ഓർഗനൈസേഷന് മുന്നോട്ട് ഗ്രോത്ത് പോസിബിൾ ആണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഇൻ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. അതായത് കൃത്യമായിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം. സോ അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രൊഡക്ഷനിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് റിസോഴ്സസ് കൃത്യമായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്കണോമിക് പ്ലാനിങ് ആൻഡ് പോളിസി മേക്കിംഗ്. അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഡിമാൻഡ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്താനായിട്ടും അതുപോലെ തന്നെ പുതിയ പുതിയ പോളിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഈ റീസൺസ് കൊണ്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് 2 ടൈപ്പ് ഉണ്ട്, ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗും ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇത് വളരെ ഈസിയാണ്, ആ പേരിൽ തന്നെ ഉണ്ട് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന് നമ്മൾ മറ്റൊരു പേര് പറയുന്നത് ഡിമാൻഡ് എസ്റ്റിമേഷൻ. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹിയർ വി കളക്ട് ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ കറന്റ് ഡിമാൻഡ് ഫോർ എ ഫേംസ് പ്രൊഡക്റ്റ്. ഒരു ഫേമിൻ്റെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്താണോ, കറൻറ്റ് ഡിമാൻഡിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതാണ് ഷോർട്ട് ടേം ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇപ്പോഴാ ബിസിനസ്സിൻ്റെ ഇപ്പോഴാ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്രയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് ലെവൽ എത്രയാണ്, അതിന് എത്രമാത്രം ഡിമാൻഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓവർ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അണ്ടർ പ്രൊഡക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഒപ്റ്റിമം
സെയിൽ നമുക്ക് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. സോ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, എന്ത് മാത്രമേ ഉള്ളൂ നമ്മൾ കളക്ട് ചെയ്യുന്നത്, കറന്റ് ഡിമാൻഡ്, ഒരു പ്രൊഡക്റ്റിന്റെ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്താണോ അത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഐഡന്റിഫൈ ചെയ്യുന്നുള്ളൂ. ഇനി എന്തിനാണ് ഈ ഷോർട്ട് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത്? ഫസ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ ഓഫ് പ്രൊഡക്ഷൻ പോളിസി. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസിനകത്ത് വരുന്ന അതേ പോയിന്റ് ആണ് പ്രൊഡക്ഷൻ പോളിസി. എത്രത്തോളം പ്രൊഡക്ഷൻ വേണം എന്നുള്ളൊരു കാര്യം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. സെയിൽസ് പോളിസി, സെയിൽസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് രണ്ടും നടത്തുന്നത് വഴി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫിക്സേഷൻ ഓഫ് സെയിൽസ് ടാർഗറ്റ്. ഇപ്പോൾ നമ്മൾ കണ്ടു, കൃത്യമായിട്ടൊരു സെയിൽസ് പോളിസി എടുത്താൽ നമുക്ക് നമ്മുടെ സെയിൽസ് എത്രയായിരിക്കും നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഫ്ലോ ഓഫ് ഫിനാൻസ്, സ്റ്റഡി ഫ്ലോ ഓഫ് ഫിനാൻസ്. അതായത് ഇപ്പം നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിലെ കോസ്റ്റ് എത്രയാ, നമ്മുടെ പ്രോഫിറ്റ് എത്രയാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ നമ്മൾ എന്തുമാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്രമാത്രം നമുക്ക് സെയിൽ വരുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫ്യൂച്ചറിൽ എത്രത്തോളം ഫിനാൻസിന് ആവശ്യം വരുമെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത് വഴി ഫ്യൂച്ചറിൽ നമ്മൾ ഈ പറഞ്ഞ ക്യാഷിന് അല്ലെങ്കിൽ ഫിനാൻസിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമുക്ക് ഫിനാൻസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് ഷോർട്ട് ടേം ഡിമാൻഡ് പോളിസിയുടെ പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താന്ന് നോക്കാം. ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡൺ ഫോർ മോർ ദാൻ 1 year, അതായത് ഒന്നിൽ കൂടുതൽ വർഷത്തിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ്. അപ്പം നമ്മൾ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനകത്ത് നമ്മൾ കറന്റ് പൊസിഷൻ അല്ല നമ്മൾ നോക്കുന്നത്, റാദർ ദാൻ വി ആർ ഫോക്കസിങ് ഓൺ മോർ ദാൻ 1 year, ഒന്നിൽ കൂടുതൽ വർഷത്തെ ഡിമാൻഡ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്, ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ, ഭാവിയിലേക്ക് ഫ്യൂച്ചറിലേക്ക് ആ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫർദർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് എന്തെന്ന് പറയുന്നത് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത്, മോർ ദാൻ 1 year, ഒരു വർഷത്തിൽ കൂടുതൽ നമ്മളിത് നടത്തും. അതുപോലെ തന്നെ ഇത് നമ്മൾ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിലെ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്നതാണ് ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇനി അങ്ങനെയെങ്കിൽ ഈ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മൾ എന്തിന് നടത്തുന്നു, അതിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്ലാനിങ് ഫോർ ന്യൂ പ്രൊഡക്റ്റ് ഓർ എക്സ്പാൻഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ്. അതായത് പുതിയ പ്രൊഡക്റ്റ് ഫ്യൂച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പോഴുള്ള ബിസിനസ് ഓർഗനൈസേഷൻ എക്സ്പാൻഡ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല അല്ലേ. ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള പ്രൊഡക്റ്റിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം, അതിനെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് പറ്റത്തില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം അല്ലേ, അതിൽ കൂടുതൽ വർഷങ്ങൾ എടുക്കും. സോ അതുകൊണ്ട് തന്നെ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ഇപ്പോഴുള്ള നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ടും നമുക്ക് എന്ത് ഹെൽപ്ഫുൾ ആണ്, ഈ പറഞ്ഞ ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് വൺ, ലോങ് ടേം ഫിനാൻഷ്യൽ പ്ലാനിങ്. അതായത് ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം ഫിനാൻസ് വേണം, ലോങ് ടേം ആണ് കേട്ടോ, ഷോർട്ട് ടേം പ്ലാനിങ് അല്ല, ലോങ് ടേം പ്ലാനിങ്ങിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് മാൻ പവർ പ്ലാനിങ്, അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം എംപ്ലോയീസിനെ വേണം, ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം എംപ്ലോയീസിനെ വേണം, എക്സസ് എംപ്ലോയീസ് ഉണ്ടോ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ കുറവുണ്ടോ, അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സാധിക്കും, ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നമ്മളിപ്പോൾ നോക്കിയത് ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഷോർട്ട് ടേമും ഉണ്ട്, ലോങ് ടേമും ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറയുന്നത് കറന്റ് പൊസിഷൻ നോക്കുകയാണ്. ലോങ് ടേം എന്ന് പറയുന്നത് മോർ ദാൻ 1 year ആണ് നോക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ സ്റ്റെപ്സ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യുക. ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം ആണെങ്കിലും നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഡിറ്റർമൈൻ ചെയ്യണം. എന്താണ് ആ ബിസിനസ് ഓർഗനൈസേഷന് പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്, എന്ത് അച്ചീവ് ചെയ്യാനാണ് ആ ബിസിനസ് ഓർഗനൈസേഷൻ പോകുന്നത്. സോ അത് ഫസ്റ്റിലെ എന്ത് ചെയ്യണം, ഡിറ്റർമൈൻ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം, സബ് ഡിവൈഡിങ് ദ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ മൊത്തത്തിലുള്ള ടാസ്കിനെ ഒരു ഇൻറ്റൻഷൻ കാണുമല്ലോ, അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ സെയിൽസ് നടത്തുന്നത് അതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ കോസ്മെറ്റിക് പ്രൊഡക്ട്സിനും ഡീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേഷനറി പ്രൊഡക്ട്സിനും ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്റ്റ്. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, നമ്മൾ എവിടെയാണ് മാർക്കറ്റ്
എസ്റ്റിമേറ്റ് ചെയ്യുന്ന നമ്മുടെ മാർക്കറ്റിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈങ് ദ ഡിമാൻഡ് ഡിറ്റർമിനന്റ്. നമ്മൾ ഡിമാൻഡ് ഡിറ്റർമിനന്റ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിമാൻഡ് നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് അഫക്റ്റ് ചെയ്യും, കൺസ്യൂമേഴ്സിന് ഇൻകം അഫക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ കോംപ്ലിമെന്ററി പ്രൊഡക്ട്സ്, സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ്, അങ്ങനെ ഒരുപാട് ഡിമാൻഡ് ഡിറ്റർമിനൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ അഫക്റ്റ് ചെയ്യുന്ന, അതിന്റെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സെലക്ഷൻ ഓഫ് മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോസിൽ. ഫോർകാസ്റ്റ് ചെയ്യണം, അതായത് നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിൽ ഏത് മെത്തേഡ് വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ കളക്ടിങ് ദ ഡേറ്റ. നമ്മൾ അതായത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തുന്നത് വഴി നമുക്ക് ഡേറ്റ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലെ, വി ആർ കളക്ടിങ് ദ ഡേറ്റ. ആ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്നു. അപ്പം നമ്മൾ നമ്മുടെ ഡേറ്റ നമ്മൾക്ക് കിട്ടി അനലൈസ് ചെയ്തു. അത് മാത്രം പോരാ, വി ഷുഡ് ഓൾസോ സ്റ്റഡി ദ ആക്ടിവിറ്റീസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. അതായത് കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തു. പക്ഷെ അത് മാത്രം പോരാ, നമ്മൾ എന്തും കൂടെ ചെയ്യാനുണ്ട്, കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്, അവരുടെ ആക്ടിവിറ്റീസും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റഡി ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന സെയിൽസ് എന്താണോ ആ സെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഫോർകാസ്റ്റ് ചെയ്യണം. സേ 1 ഇയറിലേക്ക് ആകാം, അല്ലെങ്കിൽ ഹാഫ് ഇയർ ആവാം, അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിലെ സെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അതിന്റെ ബേസിസിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് അല്ലെങ്കിൽ നമ്മളൊന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിമാൻഡിനെ അതായത് നമ്മളിവിടെ ഡേറ്റ കളക്ട് ചെയ്തല്ലോ ഈ ഒരു സ്റ്റെപ്പിൽ, ഈ കളക്ട് ചെയ്ത ഡേറ്റനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം. അതായത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലെ ഡിമാൻഡ് എത്രയായിരിക്കും എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. അത് നമ്മുടെ മാനേജ്മെന്റിന് സബ്മിറ്റ് ചെയ്യുക. ആൻഡ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടത്തുക, ലോവർ ലെവലിലേക്കും ആവശ്യമുള്ള രീതിയിൽ നമ്മൾ അതിന് കമ്മ്യൂണിക്കേഷൻ നടത്തുക. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഡിറ്റർമൈൻ ദ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് എന്താണ്, ആ ഒബ്ജക്റ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ടാസ്ക് സബ് ഡിവൈഡ് ചെയ്യാണ്. പ്രൊഡക്റ്റിന്റെ ബേസിസിൽ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ബേസിസിൽ നമ്മളിതിനെ സബ് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് ഏതാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ, ഡേറ്റ കളക്ഷൻ. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നുണ്ടോ, ഒപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്, വി ആർ സ്റ്റഡിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, അവരുടെ നെക്സ്റ്റ് മൂവ് എന്താണെന്ന് നോക്കുന്നു. അതോടൊപ്പം നമ്മുടെ സെയിൽസ് കൂടെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ആ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്തതിന്റെ ബേസിസ് എന്തെങ്കിലും റിവിഷൻസ് ഉണ്ടെങ്കിൽ അത് നടത്തുന്നു. ആൻഡ് ഫൈനലി വി ആർ റിപ്പോർട്ടിങ്. അപ്പം ഇതാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിന്റെ സ്റ്റെപ്സ് എന്ന് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ നോക്കി. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, വി ആർ ആന്റിസിപ്പേറ്റിംഗ് ദ ഡിമാൻഡ്. അതായത് ഫ്യൂച്ചറിൽ ഉണ്ടാവുന്ന ഡിമാൻഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, വി ആർ ആന്റിസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്നാ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ നോക്കിയത് ലെവൽസ് ഓഫ് ഡിമാൻഡ്. മൈക്രോ ലെവൽ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ലെവൽ, ദെൻ മാക്രോ ലെവലുണ്ട്. അതിനുശേഷം എന്തിനാണ് ഇതിന്റെ പർപ്പസുകൾ, അത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിന്റെ പർപ്പസുകൾ നമ്മൾ നോക്കി. ലേറ്റർ വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദ ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്. ആൻഡ് ഫൈനലി വി ഡിസ്കസ് സ്റ്റെപ്സ് ഇൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഉള്ളതെന്ന് നോക്കി. ഓക്കെ, താങ്ക് യു.